നമസ്കാരം. ബലാത്സംഗ കേസിലെ പ്രതിയായ പീഡനക്കേസിലെ പ്രതിയായ സഖാവ് എം മുകേഷ് MLA എവിടെ? അദ്ദേഹം തിരുവനന്തപുരത്താണോ, കൊല്ലത്താണോ, അതോ കൊച്ചിയിലാണോ? തിരുവനന്തപുരത്തു നിന്നും അദ്ദേഹം കൊച്ചിയിലേക്ക് യാത്ര പോകുന്നത് വക്കീലിനെ കാണാനാണ് എന്നിങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസം രാവിലെ പുറത്തു വന്നുകൊണ്ടിരുന്നത്. അതായത് മുകേഷിൻ്റെ രാജി CPM-IM എഴുതി വാങ്ങിക്കുമോ, മുകേഷ് രാജി വയ്ക്കുമോ എന്നിങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇന്നലെ ഉയർന്നു കേട്ടത്. മുകേഷിനെ രക്ഷിക്കാനായി പീഡനാരോപണ വിധേയരായിട്ടുള്ള കോൺഗ്രസ് MLA-മാർ പലരും രാജിവെച്ചിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ തങ്ങളും രാജിവെക്കേണ്ടതില്ല എന്നും CPM സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു അത്രേ. എന്നാൽ അങ്ങനെ പോരാ, മുകേഷ് രാജിവെച്ചേ മതിയാകൂ, കോൺഗ്രസ് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് CPM അങ്ങനെ ചെയ്തുകൂടാ എന്നൊക്കെയാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഉപദേശമത്രേ. ഇക്കാര്യം തീരുമാനിക്കാനായി നിർണായക സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്നലെ തിരുവനന്തപുരത്ത് ചേരുകയാണെന്നും ആ യോഗം തീരുന്നതോടുകൂടി മുകേഷിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്നൊക്കെയാണ് വാർത്താമാധ്യമങ്ങൾ ഇന്നലെ നമ്മളെ അറിയിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് രാവിലെ മുകേഷ് ചിത്രത്തിൽ നിന്നും മായുകയും EP ജയരാജൻ ചിത്രത്തിലേക്ക് വരികയും ചെയ്തു. മുകേഷിൻ്റെ പണി പോകും എന്ന് കരുതിയപ്പോൾ ഇന്ന് EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്തു നിന്നും CPM നീക്കി എന്ന വാർത്തയാണ് വരുന്നത്. ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തന്നെ അങ്ങനെയുള്ള ഒരു തീരുമാനം പാർട്ടി എടുത്തിരുന്നെന്നും ഇന്നത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ അക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും എന്നുമൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. എന്തായാലും CPM LDF കൺവീനർ സ്ഥാനത്ത് നിന്നും EP ജയരാജനെ നീക്കി എന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. EP ജയരാജൻ ചെയ്ത കുറ്റം എന്താണ് എന്ന് നമുക്കറിയാം. BJP-യുടെ സംസ്ഥാന പ്രഭാരിയായിരുന്ന പ്രകാശ് ജാവദേക്കറെ അദ്ദേഹം പോയി കണ്ടു. ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനുമായി ചർച്ച നടത്തിക്കൊണ്ട് BJP-യിലേക്ക് പ്രവേശിക്കാൻ CPIM വിട്ട് BJP-യിൽ ചേരാനായി അദ്ദേഹം എല്ലാ ശ്രമങ്ങളും നടത്തി. അവസാനവട്ട ചർച്ചകൾ അത് ദില്ലിയിൽ നടക്കാനിരിക്കുമ്പോൾ നേതൃത്വത്തിൻ്റെ ഭീഷണിക്ക് വഴങ്ങി, പ്രത്യേകിച്ചും പിണറായി വിജയൻ്റെ ഭീഷണിക്ക് വഴങ്ങി അദ്ദേഹം BJP പ്രവേശനം എന്ന പദ്ധതിയിൽ നിന്നും പിന്മാറി എന്നൊക്കെയാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ BJP നേതാക്കൾ പലരും വെളിപ്പെടുത്തിയത്. അന്ന് തന്നെ, അതായത് കേരളം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിൻ്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് EP ജയരാജൻ എന്ന ഉന്നതനായ CPM നേതാവിനെ കുറിച്ച് ഇത്തരത്തിലൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുണ്ടായത്. അത് CPM കേന്ദ്രങ്ങളെ ആകെ ഞെട്ടിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ CPIM-ന്റെ തെരഞ്ഞെടുപ്പ് പ്രകടനം അതീവ ദയനീയമായിരുന്നു. മത്സരിച്ച 20 മണ്ഡലങ്ങളിൽ 19 മണ്ഡലങ്ങളിലും പാർട്ടി ദയനീയമായി തന്നെ തോൽക്കുകയും ചെയ്തു. തീർച്ചയായും മാപ്പർഹിക്കാത്ത, CPIM-നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏതൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും മാപ്പർഹിക്കാത്ത ഒരു കുറ്റമാണ് EP ജയരാജൻ ചെയ്തിട്ടുള്ളത്. ഒരു പാർട്ടിയിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന വ്യക്തി ആ പാർട്ടിയെ ഉപേക്ഷിച്ച് മറ്റൊരു പാർട്ടിയിൽ ചേരാനായി എല്ലാവിധ നാടകങ്ങളും നടത്തുക, അവസാനവട്ട ചർച്ചകൾക്ക് തൊട്ടു മുന്നേ ആ പദ്ധതി ഉപേക്ഷിക്കുക, പാർട്ടിയിലേക്ക് മടങ്ങി വരിക, ഇതൊക്കെ ചെയ്തിരിക്കുന്നത് തീർച്ചയായും മാപ്പർഹിക്കാത്ത ഒരു കുറ്റം തന്നെയാണ് EP ജയരാജൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതെത്ര നാളുകളായി? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ അല്ലേ കേരളം ഇതൊക്കെ അറിഞ്ഞത്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എത്ര നാളുകളായി? ഇതുവരെയും എന്തുകൊണ്ടാണ് EP ജയരാജനെ കുറിച്ച് ചർച്ച ചെയ്യാത്തത്? EP ജയരാജൻ്റെ BJP പ്രവേശനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാത്തത്? അദ്ദേഹം അങ്ങനെയൊന്നും പ്രവർത്തിച്ചിട്ടില്ല. ഈ കേൾക്കുന്നതൊക്കെ നുണകളാണ്. ഇതെല്ലാം പാർട്ടിക്കെതിരായിട്ടുള്ള, EP ജയരാജനെതിരായിട്ടുള്ള ഗൂഢാലോചനകളാണ് എന്നൊക്കെയല്ലേ പാർട്ടി ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത്? അതിന് പോലീസിൽ പരാതിപ്പെടാൻ വരെ പോയതല്ലേ EP ജയരാജൻ? പിന്നെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് മുകേഷിനെ അന്തരീക്ഷത്തിൽ നിന്നും പിൻവലിച്ച് EP-യെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ പ്രതിഷ്ഠിക്കുന്നതിന് പിന്നിലെ രഹസ്യം നമുക്കെല്ലാവർക്കും അറിയാം. മുകേഷ് CPIM-ന് വേണ്ടപ്പെട്ട ഒരാളാണ്. ബലാത്സംഗം എന്നല്ല, ഇനി കൊലപാതക കുറ്റം വന്നാൽ പോലും മുകേഷിനെ രക്ഷിച്ചെടുക്കാൻ പാർട്ടിക്ക് ബാധ്യതയുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ തീരുമാനങ്ങൾ. അതായത് മുകേഷ് 79 ലക്ഷം രൂപയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പാർട്ടിക്ക് സംഭാവനയായി നൽകിയത് എന്ന് ചില ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അത് ശരിയാണോ എന്നറിയില്ല. നിയമവിരുദ്ധമായി കൊല്ലം മണ്ഡലത്തിലാണ് പാർട്ടി ഏറ്റവും അധികം തുക ചെലവാക്കിയത് എന്നും ഒരു
ഒരു ആരോപണം ഉയരുന്നുണ്ട്. അതായത് പാർട്ടി തോൽക്കുമെന്നുറപ്പുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് ഈ സംസ്ഥാനത്തിലെ 20 മണ്ഡലങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ തുക ചെലവാക്കിയത്, അതും നിയമവിരുദ്ധമായി എന്നൊരു വളരെ ഗൗരവകരമായ ആരോപണം നിലനിൽക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് അപ്പോൾ മുകേഷിനെ ഇങ്ങനെ സംരക്ഷിക്കുന്നത്? ഇ പി ജയരാജൻ എന്ന ഉന്നതനായ ഒരു CPIM നേതാവിനെ പോലും ബലി കൊടുത്തുകൊണ്ട് മുകേഷിൻ്റെ ചർച്ചകൾ വകഞ്ഞു മാറ്റി, അല്ലെങ്കിൽ മുകേഷിനെ കുറിച്ചുള്ള ചർച്ചകൾ പൊതുമധ്യത്തിൽ ഉണ്ടാകാതിരിക്കാനായി ഇങ്ങനെ EPക്കെതിരെയുള്ള അച്ചടക്ക നടപടി ഈ സമയത്ത് കൊണ്ടുവന്നതിന് പിന്നിൽ എന്താണ് എന്ന് ആലോചിച്ചെടുക്കാനുള്ള ബുദ്ധി എല്ലാവർക്കും ഉണ്ട് എന്ന് തന്നെ നാം തിരിച്ചറിയണം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മുകേഷ് വാർത്തകളിൽ നിന്ന് മാഞ്ഞുപോയിരിക്കുന്നു. ഇനി മുകേഷിനെതിരെ എന്ത് നടപടി വരും എന്ന് കണ്ടു തന്നെ അറിയണം. എന്തായാലും ഇപ്പോൾ EP ജയരാജനെ ബലിയാടാക്കി മുകേഷിനെ എങ്ങനെയും സംരക്ഷിക്കാനുള്ള ഒരു തന്ത്രം പയറ്റുകയാണ് CPM എന്ന് ഉറപ്പാണ്. അത് വിജയിക്കുമോ ഇല്ലയോ എന്ന് വരും മണിക്കൂറുകളിൽ കണ്ടു തന്നെ അറിയണം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.